നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കനിവ് കാത്ത് കനയ്യ. JNU വിവാദത്തിൽ അറസ്റ്റിലായ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി ഇന്ന്. എന്നാൽ കനയ്യയെ അറസ്റ്റ് ചെയ്തത് വീഡിയോ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അല്ലെന്ന് ഡൽഹി പോലീസ്. അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും വാദം. കനയ്യകുമാറിനെതിരെ ഹാജരാക്കിയ വീഡിയോകൾ വ്യാജമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നത് ഇന്നലെ. ദൃശ്യങ്ങളിലെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെട്ട ഭാഗം കൂട്ടിച്ചേർത്തതെന്ന് കണ്ടെത്തൽ. വ്യാജമെന്ന് തെളിഞ്ഞത് പോലീസ് തെളിവായി സ്വീകരിച്ച 7 വീഡിയോകളിൽ 3 എണ്ണം. PF-ൽ പരിഹാരമായില്ല. PF നിക്ഷേപത്തിന് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശം വരുമാനം ലക്ഷ്യമിട്ടല്ല, മറിച്ച് പെൻഷൻ പദ്ധതിയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനെന്നും ധനമന്ത്രി. വിവാദത്തിനിടയാക്കിയത് പിൻവലിക്കുന്ന PF തുകയുടെ 60% നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം. സർക്കാർ നടപടിയിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം. ചിദംബരത്തിന് ഇസ്രത്ത് കുരുക്ക്. കാർത്തി ചിദംബരത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ P ചിദംബരത്തെയും കോൺഗ്രസിനെയും വെട്ടിലാക്കി ഇസ്രത്ത് ജഹാൻ കേസിലെ വെളിപ്പെടുത്തലുകൾ. ഇസ്രത്തും കൂടലും ലഷ്കർ പ്രവർത്തകരാണെന്ന സത്യവാങ്മൂലം തിരുത്തിയതായ ആരോപണം രാഷ്ട്രീയായുധമാക്കി BJP. ആഭ്യന്തരമന്ത്രിയായിരിക്കെ P ചിദംബരം ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർണായക സത്യവാങ്മൂലം തിരുത്തിയെന്ന വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് മുൻ ആഭ്യന്തര സെക്രട്ടറി GK പിള്ള. വിഷയത്തിൽ ചിദംബരവും മൻമോഹൻ സിംഗും വിശദീകരണം നൽകണമെന്ന് വെങ്കയ്യ നായിഡു. ഹിലരിയും ട്രംപും തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രൈമറിയിൽ ഹിലരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപിനും മുൻതൂക്കം. 12 സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി നടന്ന സൂപ്പർ ട്യൂസ്ഡേ വോട്ടെടുപ്പിൽ 6 ഇടങ്ങളിൽ വീതം ഹിലരിക്കും ട്രംപിനും ജയം. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെ തുണച്ചത് അൽബാമ, ജോർജിയ, വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അർക്കൻസാസ്, ടെന്നസി, വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഡെമോക്രാറ്റുകളിൽ ഹിലരിക്ക് വ്യക്തമായ മുൻതൂക്കം. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ചർച്ചയുടെ തിരക്കിൽ തലസ്ഥാനം. സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും സീറ്റ് വിഭജനത്തിന്റെയും സമ്മർദ്ദത്തിൽ ഇടത് വലത് മുന്നണികളും BJPയും. VS-ന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശയക്കുഴപ്പം CPM-ന് തലവേദനയാകുമ്പോൾ ഗ്രൂപ്പ് പോരിലും ചേരിതിരിവിലും പൊറുതിമുട്ടി UDF. VS മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ മാസം ചേരുന്ന PB യോഗത്തിൽ. പിണറായിക്കൊപ്പം മത്സരിച്ചാലും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നേതൃത്വത്തിൽ ഉറപ്പുവേണമെന്ന നിലപാടിൽ VS. നിർണായക തീരുമാനങ്ങൾക്കായി ഇന്ന് പാർട്ടി സംസ്ഥാന സമിതി. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അവകാശവാദത്തിലും സ്ഥാനാർത്ഥിത്വ മോഹികളുടെ കൂട്ടത്തിരക്കിൽ കുഴങ്ങിയും കോൺഗ്രസ്. പ്രാഥമിക ചർച്ചകളുമായി ഇന്ന് വൈകിട്ട് UDF യോഗം ചേരാനിരിക്കെ കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകം. തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച അനിശ്ചിതത്വത്തിൽ BJPയും BDJS-ഉം. സഖ്യ തീരുമാനത്തിനായി വെള്ളാപ്പള്ളിയും തുഷാറും ഡൽഹിയിൽ. തിരഞ്ഞെടുപ്പിൽ നേർപകുതി സീറ്റ് വേണമെന്ന് ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2660 രൂപ, പവൻ 21,280 രൂപ, വെള്ളി ഗ്രാമിന് 39.18 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.